ഹായ് ബഹുമാന്യരെ, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ അസംബ്ലി കോർഡിനേറ്റർ ശ്രീ ഷിഹാബുദ്ദീൻ. KPCC നിർദ്ദേശപ്രകാരം ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം മൊത്ത സ്ഥലത്തുമായിട്ടും കുടുംബ ഗൃഹ സന്ദർശനം നടത്തുകയാണല്ലോ. ഈ ഗൃഹസന്ദർശന പരിപാടിയിൽ തൃക്കോവിൽവട്ടം പഞ്ചായത്തിലെ കിഴവൂർ 13-ാം വാർഡിൽ എൻ്റെ നേതൃത്വത്തിലാണ് ഗൃഹസന്ദർശനം നടന്നു പോകുന്നത്. ഞാനും വാർഡ് പ്രസിഡൻറ്റും ബ്ലോക്ക് ഭാരവാഹികളായ ശ്രീ ഷിഹാബുദ്ദീനും മറ്റു ചില സുഹൃത്തുക്കളുമുണ്ട്. ഇവരുമായിട്ട് ഞങ്ങളുടെ വാർഡിൽ ഏകദേശം ഒരു 400-425 വീടുകൾ വരും. അതുകൊണ്ട് 150-155 വീടുകളോളം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഈ വാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 80% CPM-ന് ശക്തമായ രീതിയിൽ വേരോട്ടമുള്ളൊരു മണ്ഡലമാണ്. വോട്ട് 15% കോൺഗ്രസ്സുകാർ, 5% BJP അനുഭാവികളുള്ള മണ്ഡലത്തിൽ ഏകദേശം ഒരു 10-20-15 വർഷം തൊട്ട് തന്നെ ഇവിടെ കോൺഗ്രസ് പാർട്ടിയോ CPM-ഓ CPI ജയിക്കാറില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം അല്ല, ഇപ്പോൾ ഈ 5 വർഷം കൊണ്ടാണ് RSP എന്ന് പറയുന്ന പാർട്ടി ഇവിടെ കോൺഗ്രസിൻ്റെ സഹായത്തോട് ജയിച്ചു മുന്നിൽ വന്നിരിക്കുന്നത്. അതിന് മുന്നേ എല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് ജയിക്കുന്നത്. അപ്പോൾ ഈ സന്ദർശനത്തിൽ 125-155 വീടുകളോളം സന്ദർശിച്ചതിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു 50 വയസ്സ് താഴെയുള്ള സ്ത്രീ മാത്രമേ നമ്മൾ ആശങ്കപ്പെടുന്ന വിഷയത്തിൽ ഒരു ചെറിയ അഭിപ്രായം പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തെ കുത്തിയില്ല. ആ പെണ്ണിൻ്റെ കയ്യിൽ തെറ്റുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 155 വീട്ടിൽ മറ്റു വീട്ടുകാർ 55-60 വീട്ടുകാർ, അത് BJP-ക്കാരുണ്ട്, CPM-കാരുണ്ട്. അവരെല്ലാം ഞാൻ ഒരു വീട്ടിൽ സന്ദർശിക്കുമ്പോൾ നമ്മൾ എന്തിനു വന്നു, ഇപ്പോൾ ആ KPCC നമുക്ക് തന്ന ഗൃഹ സന്ദർശന നോട്ടീസ് കൈമാറി അവരിൽ നിന്ന് എന്തെങ്കിലും സഹായം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ നല്ല പാർട്ടിയാണല്ലോ, നല്ല ശക്തിയുള്ള നേതാക്കന്മാരുള്ള പാർട്ടിയല്ലേ, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയാണ്. അപ്പോൾ എന്താണ് നമ്മൾ തിരിച്ചു ചോദിച്ചപ്പോൾ അവരിൽ നിന്നും കേട്ടത്, ഇപ്പം നല്ല കുറച്ച് യുവാക്കൾ കോൺഗ്രസ്സിൽ വളർന്നു വരുന്നുണ്ട്. അവരെ കോൺഗ്രസ്സുകാർ തന്നെ തേജോവധം ചെയ്ത് CPM-നും BJP-ക്കും ആയുധം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതെങ്ങനെയാണ് പിന്നെ നിങ്ങൾ തിരിച്ചു വരുന്നത്? കേരളത്തിൽ 10 വർഷം കൊണ്ട്, അതായത് 9 വർഷത്തോളം ഭരണമില്ല, കേന്ദ്രത്തിൽ 11 വർഷത്തോളം ഭരണമില്ല, തൃക്കോൽവട്ടം പഞ്ചായത്ത് 20 വർഷം കൊണ്ട് CPM-ൻ്റെ കയ്യിലാണ്. അപ്പം ജനങ്ങൾ പറയുന്നത് നമ്മളുടെ ഒത്തൊരുമയില്ല. നമുക്ക് ചെറിയൊരു വിഷയം വന്ന ഒരു മൈന്യൂട്ടായുള്ളൊരു വിഷയം പോലും നമ്മുടെ നേതാക്കൾ കത്തിച്ച് അത് വലിയ ആറ്റം ബോംബിനേക്കാൾ ഹിരോഷിമ നാഗസാക്കിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളാക്കി മാറ്റുന്ന ഈ പ്രവണത നേതാക്കൾ കഴിയുന്നതും ഒഴിവാക്കിയേ പറ്റൂ. ഇന്ന് യൂത്ത് കോൺഗ്രസ് ആവട്ടെ, മഹിളാ കോൺഗ്രസ് ആകട്ടെ, കർഷക കോൺഗ്രസ് ആകട്ടെ, ഇവയെല്ലാം പൂർവാധികം ശക്തിയോട് തിരിച്ചു വരുന്നൊരു സന്ദർഭമാണ് നമുക്ക് കേരളത്തിൽ അങ്ങോളം കാണാൻ കഴിയുന്നത്. അതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയം അടഞ്ഞ അധ്യായമാണ്. എന്നെ കേൾക്കുന്ന കോൺഗ്രസിൻ്റെ കർമ്മധീര ഭടന്മാരെ, നിങ്ങൾ ഈ എൻ്റെ വോയിസുകൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മാധ്യമമുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അങ്ങനെ പല മാധ്യമങ്ങളുണ്ട്. ഈ മാധ്യമങ്ങളിലൂടെ ഇത് ഷെയർ ചെയ്തു എല്ലാവരിലും, കേരളത്തിൻ്റെ എല്ലാവരിലും, അതായത് CPM-ഉം BJP-യും വെച്ച കൊളുത്തിനകത്ത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ കൊത്തി. മുതിർന്ന നേതാക്കൾ എന്ന് പറഞ്ഞാൽ സ്ത്രീ നേതാക്കളുണ്ട്, പുരുഷ നേതാക്കളുണ്ട്. ശ്രീ രാഹുൽ മാങ്കൂട്ടം MLA-യോ അല്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അതിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് വിശദീകരണം ചോദിക്കാമായിരുന്നു നമ്മുടെ നേതാക്കൾ. അതിനു മുമ്പുള്ള എന്ത് തെറ്റായാലും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, കോടതിയല്ലേ, സുപ്രീം കോടതി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തുല്യമല്ലേ. പിന്നെ നമ്മളെന്തിനായിട്ട് ചൊറിയുന്നത്? ചൊറിഞ്ഞ് പിണ്ണാക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നമുക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന മതസംഘടനയെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിനെ ആയാലും, മഹിളാ കോൺഗ്രസിനെ ആയാലും, കർഷക കോൺഗ്രസിനെ ആയാലും, INTUC ആയാലും, സേവാദളിനെ ആയാലും എല്ലാവരെയും നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ഒരു ചെറിയ വേദന അവർക്ക് അവിടെ സംഭവിച്ചാൽ അതിൽ നാമും ഭാഗവാക്കാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ, ഈ കഴിഞ്ഞ കാലങ്ങളെല്ലാം മറക്കുക, ഇനി അവയെക്കുറിച്ച് യാതൊരുവിധ സംഭാഷണവും ഉണ്ടാകരുത് എന്ന് നേതാക്കളോടും സമൂഹത്തോടും, അതായത് ഫീഡ്ബാക്ക് നമുക്ക് ഫുൾ അനുകൂലമാണ്, അത് നമ്മൾ തന്നെയാണ് അലക്കി മോശമാക്കുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളെ മാറ്റിവെക്കുക. എന്ത് വിഷയം ഉണ്ടായാലും പാർട്ടിയിലും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്ത് അത് മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കാൻ, നമ്മളിൽ നിന്ന് തന്നെ പരിഹരിക്കാൻ മുതിർന്ന നേതാക്കൾ സമയം കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ നമുക്ക് ഫീൽഡിൽ നല്ല രീതിയിലുള്ള ബാക്ക് സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടിന് നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ചെറിയ ചെറിയ മൈന്യൂട്ട് പ്രശ്നങ്ങളെ മറന്നുകൊണ്ട് നമുക്ക് വീണ്ടും മുന്നേറാം എന്ന ഓർമ്മപ്പെടുത്തലൂടെ ജയ് കോൺഗ്രസ്.